ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 17,000 രൂപയിൽ താഴെ വാങ്ങുന്ന 5 സ്മാർട്ട് ഫോൺസ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. അപ്പോൾ ആദ്യത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് സാംസങ് ഗാലക്സി M15 5G ഓർ F15 5G. രണ്ടിലും ഒരേ സ്പെസിഫിക്കേഷൻസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് M15നെ പറ്റി നോക്കാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.5 ഇഞ്ചസിൻ്റെ ഫുൾ HD പ്ലസ് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ബെസൽസ് ഒക്കെ കുറച്ചിട്ടുണ്ട്. നമ്മുടെ സാംസങ് യു നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യു നോച്ച് താല്പര്യം ഇല്ലാത്തവർ ഈ സ്മാർട്ട് ഫോൺ ഒഴിവാക്കാം. അപ്പോൾ ബാക്കി പറയാൻ പോകുന്ന സ്മാർട്ട് ഫോൺസ് എല്ലാം പഞ്ച് ഹോളാണ്. പിന്നെ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. 120 ഇല്ല, കാരണം സാംസങ് ആണ്. 15-ന് താഴെയാണ് സ്മാർട്ട് ഫോൺ, അതുകൊണ്ട് 90 ഹെർട്സ് ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. 800 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ്, 3.5mm ഓഡിയോ ജാക്ക്. പിന്നെ ഡിസൈനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഓഫ് കോഴ്സ് നമ്മുടെ S24ൻ്റെയൊക്കെ ആ ഒരു ഡിസൈൻ മോഡലാണ് നമ്മുടെ 15,000-ന് താഴെയുള്ള സാംസങ്ങിൻ്റെ സ്മാർട്ട് ഫോൺസിലും കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു S24ൻ്റെയൊക്കെ ഡിസൈൻ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ആ ഒരു യു നോച്ച് അവിടെ തന്നെ കാണും. ഇനി പ്രോസസ്സറിലേക്ക് വരുമ്പോൾ ഇവിടെ വരുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ MediaTek Dimensity 6100+ ആണ്. 6100+, അങ്ങനെയൊക്കെ പറയാം. ഒരു നല്ല പ്രോസസ്സറാണ്. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് വരുന്നത്. 5 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡാണ്. 2 മെഗാ പിക്സലിൻ്റെ മാക്രോയാണ്. സെൽഫി ക്യാമറ വന്നിട്ട് 13 മെഗാ പിക്സലാണ്. ഫുൾ HD 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ 4K ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഫുൾ HD ആണ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6000 mAh ബാറ്ററിയാണ്. 25 വാട്ടിൻ്റെ ചാർജിങ് ആണ്. അത് 25 കൊടുക്കുള്ളൂ. ഇപ്പോൾ ഇറങ്ങി നമ്മുടെ M55ന് അവർ 45 വാട്ട് കൊടുത്തു. സന്തോഷം. അതിനെപ്പറ്റി അറിയണമെങ്കിൽ ചാനൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, കയറി കണ്ടുപോകുക. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. 1 UI 6 സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ 4GB പ്ലസ് 128GB റോം വേരിയൻറ്റിന് 13,299 രൂപയാണ്. 13,299 rupees. അപ്പോൾ നമ്മുടെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് വിവോയുടെ Vivo T3X 5G ആണ്. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.72 ഇഞ്ചസിൻ്റെ ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ച് ഹോളിലാണ് വരുന്നത്, യു നോച്ചിലല്ല. പിന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ്, 1000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്. പ്രോസസ്സറിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ സ്നാപ്ഡ്രാഗൺ 6 Gen 1 ആണ് വരുന്നത്. അപ്പോൾ ഒരു നല്ല പെർഫോമൻസ് ഒക്കെ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. പിന്നെ 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്തും ഉണ്ട്. ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 8 മെഗാ പിക്സലേ ഉള്ളൂ. പക്ഷേ 4K 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു നല്ല വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6000 mAh ബാറ്ററിയാണ്. 44 വാട്ട്സിൻ്റെ ചാർജിങ് ആണ്. 44 വാട്ട്സിൻ്റെ ചാർജിങ് ആണ് വരുന്നത്. പിന്നെ ഔട്ട് ഓഫ് ദി ബോക്സ് Android 14 വരുന്നത്. 2 വർഷത്തെ OS അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റും ഇവിടെ കിട്ടുന്നുണ്ട്. IP64 ആണ്, 68 അല്ല, 64 ആണ്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, 3.5mm ഓഡിയോ ജാക്ക്, LPDDR4X, UFS 2.2. അപ്പോൾ ഫൈനലി ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വന്നിട്ട് 8GB റാം പ്ലസ് 128GB റോം വേരിയൻറ്റിന് 15,999 രൂപയാണ്. S15,999 rupees. പിന്നെ ബാങ്ക് ഓഫേഴ്സ് ഒക്കെ വെച്ചിട്ട് 14,999 വാങ്ങിക്കാം. അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ പോക്കോയുടെയാണ്. പോക്കോ X6 Neo. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.67 ഇഞ്ചസിൻ്റെ ഫുൾ HD പ്ലസ് ആമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ബെസൽസ് ഒക്കെ കുറഞ്ഞ ഡിസ്പ്ലേ ആണ്. നമ്മുടെ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്. പിന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും 1000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്. പ്രോസസ്സർ ചോദിച്ചു കഴിഞ്ഞാൽ MediaTek Dimensity 6080 ആണ് വരുന്നത്. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 108 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് വരുന്നത്. പിന്നെ 2 മെഗാ പിക്സലിൻ്റെ ഒരു യൂസ്ലെസ് ഡെപ്ത് ഷൂട്ടർ ഉണ്ട്. ഈ ഒരു ഫോണിൻ്റെ സെൽഫി ക്യാമറ വന്നിട്ട് 16 മെഗാ പിക്സലാണ്. 1080p 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. 4K കിട്ടൂല. ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിയാണ്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. ഔട്ട് ഓഫ് ദി ബോക്സ് Android 13 വരുന്നത്, 14 പിന്നെ എക്സ്ട്രയിലേക്ക് വരുമ്പോൾ IP54 ആണ് വരുന്നത്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ബൈ നമ്മുടെ Dolby Atmos. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, 3.5mm ഓഡിയോ ജാക്ക്, LPDDR4X, UFS 2.2. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ 4GB പ്ലസ് 128GB റോം വേരിയൻറ്റിന് 13,499 രൂപയാണ്. 13,499 rupees. നമ്മുടെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് Moto G64. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.5 ഇഞ്ചസിൻ്റെ ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. വിത്ത് പഞ്ച് ഹോളിലാണ് വരുന്നത്. പിന്നെ 120 ഹെർട്സിൻ്റെ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ്. ഇനി പ്രോസസ്സറിലേക്ക് വരുമ്പോൾ MediaTek Dimensity 7025 ആണ് വരുന്നത്. യെസ്, നമ്മുടെ MediaTek Dimensity 7020യുടെ ഒരു അപ്ഗ്രേഡഡ് വെർഷനാണ് നമ്മുടെ ഈ ഒരു MediaTek Dimensity 7025. നല്ല ഒരു പ്രോസസ്സർ തന്നെയാണ്. നല്ല പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ OIS സപ്പോർട്ടുള്ള ക്യാമറയാണ്.
പിന്നെ ഒരു 8 മെഗാ പിക്സലിൻ്റെ മാക്രോ. ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 16 മെഗാ പിക്സലാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഫുൾ HD 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. 4K കിട്ടൂല. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6000 mAh ബാറ്ററിയാണ് വരുന്നത്. 33 വാട്ട്സിൻ്റെ ചാർജിങ് ആണ് കിട്ടുന്നത്. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് Android 14, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ്, IP52 ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ബൈ നമ്മുടെ ഡൽബി അറ്റ്മോസ്, 3.5mm ഓഡിയോ ജാക്ക്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് വന്നിട്ട് 8GB RAM + 128GB ROM വേരിയൻറ്റിന് 14,999 rupees. അപ്പോൾ നമ്മുടെ അവസാനത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് Realme P1 ആണ്. യെസ്, ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.7 ഇഞ്ചസിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേയാണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. 1200 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്ന പ്രോസസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MediaTek Dimensity 7050 ആണ് വരുന്നത്. ഒരു നല്ല പെർഫോമൻസ് തന്നെയാണ് കിട്ടുന്നത്. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ മെയിൻ ക്യാമറ വന്നിട്ട് 50 മെഗാ പിക്സലാണ്. പിന്നെ 2 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയും. ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 16 മെഗാ പിക്സലാണ്. 4K ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ആണ്. 45 വാട്ട്സിൻ്റെ ചാർജിങ് ആണ് കിട്ടുന്നത്. നെക്സ്റ്റിലോട്ട് വരുമ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് Android 14, IP54 ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ്, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, LPDDR4X, UFS 3.1. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ 8GB RAM + 128GB ROM വേരിയൻറ്റിന് 15,999 രൂപയാണ്. 15,999 rupees. ഈ ഒരു സ്മാർട്ട് ഫോൺ ബെസ്റ്റ് പ്രൈസിലാണ് ഇറക്കിയിരിക്കുന്നത്. റിയൽമിയെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. യെസ്, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ കാണും വരെ ബൈ.